മഹാരാഷ്ട്രയിൽ വോട്ടെണ്ണും മുൻപേ വിജയക്കൊടി പാറിച്ച് ബി.ജെ.പി നയിക്കുന്ന മഹായുതി സഖ്യം. വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് 68 സീറ്റുകളിലാണ് ബി.ജെ.പി നയിക്കുന്ന സഖ്യം എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നത്. പോരാട്ടം തുടങ്ങും മുൻപേ തന്നെ അധികാരമുറപ്പിക്കുന്ന ഈ വമ്പൻ വിജയം ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കരുത്താണ് തെളിയിക്കുന്നത്. ജനുവരി 15 നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോഴാണ് ബി.ജെ.പി സഖ്യം ഞെട്ടിക്കുന്ന മുന്നേറ്റം നടത്തിയത്. ആകെ വിജയിച്ച 68 സീറ്റുകളിൽ 44 എണ്ണവും ബി.ജെ.പിക്കാണ്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 22 സീറ്റുകളിലും അജിത് പവാറിന്റെ എൻ.സി.പി 2 സീറ്റുകളിലും എതിരില്ലാതെ ജയിച്ചു കയറി. താനെ ജില്ലയിലെ കല്യാൺ ഡോംബിവലി കോർപ്പറേഷനിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം ദൃശ്യമായത്. ഇതിനു പുറമെ പൂനെ, പിംപ്രി ചിഞ്ച്വാഡ്, പൻവേൽ, ഭിവണ്ടി തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളിലും ബി.ജെ.പി കരുത്തു കാട്ടി. പൂനെയിലെ വാർഡ് നമ്പർ 35-ൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളായ മഞ്ജുഷ് നാഗ്പുരയും ശ്രീകാന്ത് ജഗ്താബും എതിരാളികളില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ബി.ജെ.പി ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. എതിരില്ലാത്ത ഈ വിജയങ്ങൾ കേവലം യാദൃശ്ചികമല്ലെന്ന് ബി.ജെ.പി നേതൃത്വം വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെയും വികസന രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരമാണിതെന്ന് പാർട്ടി വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം നടക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ എഫക്ട്, അതിന്റെ മാജിക് തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര ചവാന്റെ കൃത്യമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തനവുമാണ് എതിരാളികളെ മത്സരത്തിൽ നിന്ന് പോലും പിന്നോട്ട് വലിക്കാൻ പ്രേരിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിലും ഈ തരംഗം തുടരുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതേസമയം ഈ വമ്പൻ വിജയത്തിന് മുന്നിൽ പ്രതിപക്ഷം പതറുന്ന കാഴ്ചയാണ് കാണുന്നത്. തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമാണ് ബി.ജെ.പി പിൻവലിപ്പിച്ചത് എന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം ആരോപിക്കുന്നുണ്ടെങ്കിലും ജനപിന്തുണയും സംഘടനാ കരുത്തും ബി.ജെ.പിക്ക് അനുകൂലമായിരുന്നു എന്നതാണ് വാസ്തവം. പൂനെ ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ അടുത്ത മേയർ ബി.ജെ.പിയിൽ നിന്നായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി മുരളീധർ മോഹോൾ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. വോട്ടെടുപ്പിന് മുൻപേ പകുതി ജയിച്ച ആവേശത്തിലാണ് മഹായുതി പാർട്ടിയുടെ അല്ലെങ്കിൽ സഖ്യത്തിന്റെ പ്രവർത്തകർ. 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. BMC ഉൾപ്പെടെയുള്ള പ്രധാന കോർപ്പറേഷനുകളിൽ അധികാരം പിടിക്കാൻ ലക്ഷ്യമിടുന്ന ബി.ജെ.പിക്ക് 68 സീറ്റുകളിലെ ഈ പ്രാഥമിക വിജയം വമ്പൻ ഊർജം തന്നെയാണ് നൽകുന്നത്. ജനുവരി 15 വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഫലം എന്താകുമെന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ താമര കൂടുതൽ കരുത്തോടെ വിരിയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.